നമസ്കാരം. ഈ ആഴ്ചത്തെ നിഫ്റ്റി എന്ത് സംഭവിച്ചെന്നുള്ളതാണ് നമ്മളെ ട്രേഡ് ഡീറ്റെയിൽസ്. ബ്രേക്ക് ഈവൺ ആണ്. അതായത് സംഭവിക്കാൻ റീസൺസ് നമുക്ക് ട്രേഡ് മിസ്സായി. അതായത് 2 എണ്ണം നമ്മളുടെ എന്താ പറയുക പ്രോപ്പറായിട്ട് നമുക്കത് എൻട്രി മിസ്സായി, അതിൽ സംഭവിച്ചു പോയതാണ്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80-90 പോയിന്റ്സിൻ്റെ പ്രോഫിറ്റ്സ് ഈ വീക്കിൽ മേക്ക് ചെയ്യേണ്ടതാണ്. അതിൽ നമുക്ക് 3 ട്രേഡ്സോളം മിസ്സായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും നോക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് ബെനിഫിറ്റ്സ് ഒന്നുമില്ല, പക്ഷേ ലോസസ് ഒന്നുമില്ല. ഇതാണ് നമ്മളുടെ ഈ ആഴ്ചത്തെ നിഫ്റ്റി. പലരും പറയുന്നുണ്ട് എന്താ വോളറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ നമ്പേഴ്സ് കുറച്ച് നിൽക്കുന്ന കാരണം മാർക്കറ്റ് വളരെ ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. ഓപ്ഷൻ ബയേഴ്സിന് വളരെ പാടാണ് ചെയ്യാൻ. വിക്സ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഓപ്ഷൻ ബയേഴ്സിന് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ അവസരത്തിൽ. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ ക്യാപിറ്റൽ 1 lakh പ്ലസ് 50,000 ബഫർ വേണമെന്ന്. നമ്മൾ ഇപ്പോഴത്തെ നമ്മളുടെ മാർക്കറ്റ് നമ്മൾ അതിൻ്റെ എന്താ പറയുക നമ്മളുടെ ചെയ്യുന്ന രീതി വെച്ചിട്ട് നമ്മൾക്ക് ക്യാപിറ്റൽ 50,000 മതി. ഫീസൊന്നുമില്ല, 0 ഫീസാണ്. 50,000 പ്രോഫിറ്റ് ഷെയറിങ്ങിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ചെറിയ ക്യാപിറ്റൽ, ഏറ്റവും ലീസ്റ്റ് മിനിമം ക്യാപിറ്റലാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. 50,000 നമ്മൾ 2 ലോട്ട്സാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്കറിയാം 2 ലോട്ട്സ് 50ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40,000ഓളം കോസ്റ്റ് വരും. മീൻസ് നമുക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട 40 ആണ്. പിന്നെ നമുക്കൊരു റിസ്ക് ഒരു സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് ആകെ ഒരു 10,000 റുപ്പീസാണ് എക്സ്ട്രാ ഉള്ളത്. ആ 10,000 വിത്ത് 2 ലോട്ട്സ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു ഓപ്ഷൻ പുതിയൊരാളാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മൾ എത്ര കണ്ട് അഡ്വാൻസ്ഡ് ആണെന്നുള്ളത്. അപ്പോൾ നിഫ്റ്റി ഇറ്റ്സ് വെരി സിമ്പിൾ നൗ. ഇനിയും ഇത് ഒത്തിരി നമുക്ക് എന്താ പറയുക ഫൈൻ ട്യൂൺ ചെയ്യാനുണ്ട്. ഓൺ ദ മൂവിൽ വളരെ സിമ്പിളായി പോകും, മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ച് ടൈം മുന്നോട്ട് പോകുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പോകും. റൈറ്റ് നൗ 50,000 അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 0 ഫീസാണ്. ബേസിക്കലി പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. ഇതാണ് ആ കോൺസെപ്റ്റ്. താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സീറ്റ്സ് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഒരു ബ്രിഡ്ജിൻ്റെ കപ്പാസിറ്റി കംപ്ലീറ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് അതിൽ വരിക. അപ്പോൾ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ, അധികം സീറ്റ്സ് ഇല്ല. ആ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളാണ് ട്രേഡ് കൊണ്ടുവന്നത്. നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല, നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയില്ല, നമ്മൾ ആൾക്കാരെ പറ്റിക്കുകയാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒന്നും പറയാനില്ല അല്ലേ? 50,000 മതി ഓപ്ഷൻ ചെയ്യാൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണോ? അല്ല. സെല്ലിന് പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുമ്പോൾ പ്രമുഖരെല്ലാം പറയുന്നു വിക്സ് വോളറ്റിലിറ്റി ഇൻഡെക്സ് ഭയങ്കര കുറവാണ്. എത്രയാണ്ട് വാല്യൂ പറഞ്ഞു, എത്രയാ അറിയില്ല, ആ ഒരു വാല്യൂ പറഞ്ഞിരുന്നു. ഇവിടെ എത്രയാണ് പറഞ്ഞിരുന്നു വാല്യൂ? വളരെ കുറവാണെന്നാണ് പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ. ചെയ്യാൻ പറ്റില്ല, ഓപ്ഷൻ ബൈയിങ് സാധ്യമല്ല, മാർക്കറ്റ് പ്രീമിയം സ്പൈക്ക് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊന്നും ശരിയാവാണ്ട് ഇത് എത്രയോ 15-16 അങ്ങനെ എന്തൊരു വാല്യൂ പറഞ്ഞിരുന്നു. അവിടേക്ക് എത്തിയാൽ മാത്രമേ ഇത് നേരെയാവുള്ളൂ അത്രേ. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല വിക്സിനെ കുറിച്ച്. അപ്പോൾ ഒരു പക്ഷേ ധാരണയില്ലാത്ത നല്ലതാ. കാരണം ധാരണയില്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനാവണ്ടല്ലോ. അപ്പോൾ നമ്മൾ നിങ്ങൾ ഈ പറഞ്ഞ സാധനം കുറഞ്ഞിരിക്കുന്ന നേരത്താണ്, നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്താണ്, ഓപ്ഷൻ ബൈങ് നടക്കില്ല എന്ന് പറഞ്ഞ സമയത്ത്
50,000 രൂപയായിട്ട് ക്യാപിറ്റൽ കുറച്ചു. 5 ലക്ഷം രൂപ 1.5 ഇപ്പോൾ 50,000 ആയി. 50,000 ക്യാപിറ്റലിൽ 2 ലോട്ട് വെച്ചിട്ട് നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ഷെയറിങ്ങിൽ നമ്മളൊന്നുമല്ല കേട്ടോ ബ്രോക്കറൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ളത് എടുത്തോ. നമ്മുടെ ബ്രോക്കറൊന്നുമില്ല. നമ്മൾക്ക് ലാഭം വരിക, മാർക്കറ്റിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ്. അപ്പോൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് അല്ലേ. അപ്പോൾ അത് പണി അറിഞ്ഞാലേ പറ്റുള്ളൂ. അതാണ് 50,000 രൂപയ്ക്ക് ഓപ്ഷൻ ബൈ ചെയ്യാനും അത് പ്രോഫിറ്റ് ആക്കാൻ സാധിക്കും എന്ന് പറയണമെങ്കിൽ ഈ മാർക്കറ്റിൽ നിങ്ങൾ ഈ പറയുന്ന ഈ സാധനമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഈ മാർക്കറ്റിൽ കുറച്ച് ധൈര്യം പോരല്ലോ അല്ലേ. പണി ശരിക്കറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അഭിപ്രായം. ട്രേഡിങ് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ അത്രയും പവർഫുള്ളാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ. ഇനി കുറച്ചും കൂടി ടൈം മൂവ്സ് നമ്മൾ എവിടെ എത്തും എന്നുള്ളത് ഐ ആം സോ എക്സൈറ്റഡ്. കാരണം വെച്ച് കഴിഞ്ഞാലേ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാപിറ്റൽ സൈസ് ഒക്കെ കുറച്ച് വെച്ചത്. അല്ലാതെ ഞാൻ കുറയ്ക്കുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് ബഫർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനം ട്രേഡ് ചെയ്യാൻ. സ്റ്റോപ്പ് അടിച്ചാലും വലിയ ടെൻഷനൊന്നുമില്ല. വി ക്യാൻ മൂവ് ഫോർവേഡ്. അത് കവർ ചെയ്ത് കൊടുത്താൽ മതി. സോ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അത് പ്രോബ്ലമുള്ള കാര്യമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നിനും ചിന്തിക്കാൻ പറ്റില്ല. മാർക്കറ്റ് സ്റ്റോപ്പ് അടിക്കാൻ പാടില്ല. അടിച്ചാൽ വളരെ മിനിമം, പരമാവധി അടിക്കാൻ വിട്ടരുത്. അപ്പോൾ അത്രയും എന്താ പറയുക അക്യൂറേറ്റ് അനാലിസിസ് ആയിരിക്കണം ഈ സാധനം സക്സസ് ആക്കണമെങ്കിൽ. നല്ല പണിയുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ആ ബാർ ഇങ്ങനെ കയറ്റി വയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. അതാണ്. അപ്പോൾ ഗുരുനാഥൻ്റെ അനുഗ്രഹം വളരെ ഈസി ആയിട്ട് ഈ സാധനം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകളുണ്ടാവും 50,000 എങ്ങനെ ചെയ്യാമെന്ന്. ട്രയലുണ്ട്, വേണമെങ്കിൽ കയറി വയ്ക്കും. അപ്പോൾ അതും ചെയ്തുതരാം. നിങ്ങൾ ട്രേഡ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിങ്ങൾ കിടന്നുറങ്ങിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്കോ ഒക്കെ ഒരു 50,000 രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്ക്. വി വിൽ ഡു ഇറ്റ്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ വെറുതെ ഇതിൻ്റെ പിന്നി കുത്തിയിരുന്നിട്ട് അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് അടിച്ച് എന്തിനാ തലവേന? കുറേ കാശൊന്നും വേണ്ടല്ലോ. വെറും 50,000. അതിൽ ലോസാക്കാൻ പറ്റുന്ന കാശ് വെറും 16 ഉറുപ്പിക ഉള്ളൂ. മറ്റേത് കോസ്റ്റാണ്. അപ്പം അതുപോലും ലോസാവില്ല. വിൽ ഡു ഇറ്റ് എന്നാണ് നമ്മൾ പറയുന്ന അവകാശവാദം. അത് നടത്തും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് ഇത്രയും സിമ്പിളായിട്ട് ഈ സാധനം പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത്, അതും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ആലോചിക്കുമ്പോൾ ഞാൻ തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. എനിക്കൊരു അഹങ്കാരം പറയാനില്ല എൻ്റെ അകത്ത്. ഇനി അങ്ങനെ ആരും ധരിക്കേണ്ട, എൻ്റെ അഹങ്കാരമൊന്നും പറയണ്ട. അതങ്ങനെയൊക്കെ സംഭവിച്ചു, മനസ്സിലായില്ലേ. ഭഗവാൻ പറഞ്ഞു തന്നു, ഞാനത് എക്സിക്യൂട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പോൾ അതാണെങ്കിലും പറയാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, എൻ്റെ ബുദ്ധിയും ബോധവും വരെ എൻ്റെ അല്ലാത്താവുന്ന കാലഘട്ടങ്ങളാണത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി പഴയ എന്നെ എനിക്ക് തിരിച്ചു തന്നു. എങ്ങനെയായിരുന്നോ ഞാൻ, അതേ എന്നെ എനിക്കിപ്പോൾ തിരിച്ചു കിട്ടി. സോ ഐ എം ബാക്ക് ടു നോർമലാണ്. ഇനി തിരിച്ചൊരു പോക്കില്ല എനിക്ക്, കാരണം അങ്ങനെയാണത്. അപ്പോൾ അതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബൈ ബൈ.